ഇരിക്കാൻ പരിഹാരം ഉണ്ടാക്കാം. ഇരി പാത്രം ഒന്നും തന്നെ പൊട്ടിക്കണ്ട. ഇരി. ഇത് ഷായിച്ചേട്ടനും ഷായിച്ചേട്ടന്റെ വൈഫുമാണ്. ഈ ഷായിച്ചേട്ടന്റെ വീട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ കണ്ണു വയ്യാതെ ചെയ്തിട്ടുണ്ട്. ഷായിച്ചേട്ടന്റെ വൈഫിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്കാരിക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നം. പുള്ളിക്കാരി നോർമൽ അല്ല, പ്രശ്നങ്ങളാണ് ഇവിടെ. ചെയ്ത് ഇവരെ നമുക്കൊന്ന് സഹായിക്കണം. കാരണം ഇവർക്ക് ഇപ്പം ജീവിക്കാനൊരു നിവൃത്തിയില്ലാത്ത, അത് പോട്ടെ, പുള്ളി പറയുന്നത് അത് കുഴപ്പമില്ല, പക്ഷെ ഇവരുടെ വൈഫിനെ പുള്ളിക്ക് ഒന്ന് ചികിത്സിക്കണം. അത്രയ്ക്കൊരു നിവൃത്തികേടാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് ദയവ് ചെയ്ത്, ഇത്രയും ഞാൻ ഒരു വീഡിയോയിലും കെഞ്ചിയിട്ടില്ല, അതുകൊണ്ട് പറയുകയാണ് ദയവ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്കൊന്ന് സഹായിക്കണം. ഇതിന് വേറെ നിവൃത്തിയില്ല. ചേട്ടനാണെങ്കിൽ ഒരു കണ്ണിന് കാഴ്ചയില്ല, വൈഫിന് ഇങ്ങനെ ഒരു പ്രശ്നം, നമ്മളെ കൊണ്ടേ പറ്റത്തുള്ളൂ സഹായിക്കാൻ. ഇത് കണ്ടു നിന്ന എനിക്ക് പോലും സഹായിക്കാൻ പറ്റില്ല. ഒരു കുറച്ച് സൈലന്റ് ആയ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദയവ് ചെയ്ത് കെഞ്ചി പറയുക. കാരണം ഇത് കണ്ടപ്പോൾ തന്നെ കണ്ണം പറഞ്ഞു പോയി. ദയവ് ചെയ്ത് സഹായിക്കുന്നവരെ, കാരണം ഇവരെ സഹായിച്ചാലേ ചേട്ട് ഹോസ്പിറ്റലിൽ ആയാലും പോകാൻ പറ്റത്തുള്ളൂ. ജീവിക്കാൻ നിവൃത്തിയില്ല, അത് പോട്ടെ, ഈ ചേച്ചി എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇവിടെ എല്ലാവരും കൊണ്ട് കാല് പിടിച്ച് പറയുക, സഹായിക്കണം. എൻ്റെ പേര് ഷാജി എന്നാണ്. എനിക്ക് പുള്ളിക്കാരത്തി മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളാണ്. കഴിഞ്ഞിടയ്ക്കെല്ലാം റാന്നിയിലും പത്തനംതിട്ടയൊക്കെ അരിഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. SP ഓഫീസിലെ വനിതാ കമ്മീഷണർ പിടിച്ചിട്ട് ഞങ്ങളെ ഫോൺ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇറക്കിക്കൊണ്ട് വന്നാണ്. സീരിയസ്യമായിട്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ല. വാടക വീട്ടിലാണ്. എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതാണ്. ഞാൻ എൻ്റെ എച്ചിന് കൈയും കൊണ്ട് നിങ്ങളെന്ന് ഞാൻ തൊഴിൽ ചെയ്യാൻ പറയുക, എന്നെ ഒന്ന് സഹായിക്കണം.